പോളിമേഴ്സ് എന്ന ചാപ്റ്ററിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പോളിമേഴ്സ്, പോളി എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും മെനി എന്നാണ് അതിനർത്ഥം. മെർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓർ പാർട്സ്. സോ പോളിമേഴ്സ് മീൻസ് മെനി യൂണിറ്റ്സ് ഓർ മെനി പാർട്സ്. അപ്പോൾ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമറൈസേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് പോളിമേഴ്സ് ഫ്രം മോണോമേഴ്സ്. മോണോമേഴ്സ് കൂടിച്ചേർന്ന് പോളിമർ ഉണ്ടാവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ എന്ന്. സോ പോളിമറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് പോളിമേഴ്സ് ഫ്രം മോണോമേഴ്സ്. അതിനാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പോളിമേഴ്സിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ സോഴ്സ്, എവിടെ നിന്നാണ് അത് ഉണ്ടായത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ, അത് പോളിമറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആൻഡ് ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്, ഈ പോളിമർ ചെയിനുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തൊക്കെയാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ ആൻഡ് ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. വൺ ബൈ വൺ ആയിട്ട് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ബേസ്ഡ് ഓൺ സോഴ്സ്, സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോളിമറൈസേഷൻ. പ്രധാനമായിട്ടും നമുക്കതിനെ രണ്ടായി തരംതിരിക്കാം: നാച്ചുറൽ പോളിമേഴ്സ് ആൻഡ് സിന്തറ്റിക് പോളിമേഴ്സ്. ബേസ്ഡ് ഓൺ സോഴ്സ് നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം: നാച്ചുറൽ പോളിമേഴ്സ് ആൻഡ് സിന്തറ്റിക് പോളിമേഴ്സ്. Natural polymers, as the name indicates, they are found in nature. Natural polymers found in nature. Starch, proteins, cellulose, silk, wool, ഇതൊക്കെ നാച്ചുറൽ പോളിമേഴ്സ് ആണ്. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സ് ഫൗണ്ട് ഇൻ നാച്ചർ. അതിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്, പ്രോട്ടീൻ, സെല്ലുലോസ് എക്സെട്ര. സോ സിന്തറ്റിക് പോളിമേഴ്സ് പറഞ്ഞാലോ മാൻമെയ്ഡ് പോളിമേഴ്സ് ആണ്. സിന്തറ്റിക് പോളിമേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ് ഓർ മാൻമെയ്ഡ് പോളിമേഴ്സ് എന്ന് പറയും. ഇപ്പം നൈലോൺ, ബ്യൂണായൻ, നിയോപ്രിൻ എന്നൊക്കെ പറയുന്നത് ആർട്ടിഫിഷ്യൽ റബ്ബറുകളാണ്, ആർട്ടിഫിഷ്യൽ റബ്ബർ. അതുപോലെ പോളിയെസ്റ്റർ, പ്ലാസ്റ്റിക്സ്, ഇവയൊക്കെ സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. അപ്പോൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ് ആണ്. ദേ ആർ മാൻമെയ്ഡ് പോളിമേഴ്സ്. അതിന് എക്സാമ്പിളാണ് നൈലോൺ, ബ്യൂണായൻ, പോളിയെസ്റ്റർ, പ്ലാസ്റ്റിക്സ് ഒക്കെ. ഇനി സെമി സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട്. പൊതുവെ സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് ആണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെല്ലുലോസ് അസറ്റേറ്റ് ആൻഡ് സെല്ലുലോസ് നൈട്രേറ്റ്, ഇവയൊക്കെ പൊതുവെ ഒരു സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. So polymers are classified into 3 types based on their structure. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പോളിമേഴ്സിനെ മൂന്നായി തരംതിരിക്കാം: ലീനിയർ പോളിമേഴ്സ്, ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് ആൻഡ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ലീനിയർ പോളിമേഴ്സ് ഹാവ് ലീനിയർ സ്ട്രക്ചർ. മോണോമേഴ്സ് ആർ ജോയിൻഡ് ടുഗദർ ഇൻ എ ലീനിയർ മാനർ. സോ ലീനിയർ പോളിമേഴ്സ് ഹാവ് ലീനിയർ സ്ട്രക്ചർ. They have long straight chains. അവ ഒരു ലോങ് സ്ട്രൈറ്റ് ചെയിൻ പോളിമേഴ്സാണ്. അതിന് എക്സാമ്പിളാണ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ് ഒക്കെ ലീനിയർ പോളിമേഴ്സാണ്. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, അതേപോലെ തന്നെ പോളിയെസ്റ്റർ, അതേപോലെ തന്നെ പോളിവിനൈൽ ക്ലോറൈഡ്സ്, PVC, ഇവയൊക്കെ തന്നെ ലീനിയർ പോളിമേഴ്സ്. അപ്പോൾ ലീനിയർ പോളിമേഴ്സ് ആർ ലീനിയർ ചെയിൻ ലൈക്ക് സ്ട്രക്ചർ. അതിന് എക്സാമ്പിൾ ആണ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, PVC ഒക്കെ. ഇനി ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ there are some branches. These are polymers in which monomer units are joined to form a long chain with side chains or different lengths. They have side chains or branches. അങ്ങനെ സൈഡ് ചെയിനുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പോളിമറാണ് ലോ ഡെൻസിറ്റി പോളിത്തീൻ. ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറാണ്.
മറ്റൊരു എക്സാമ്പിളാണ് ഗ്ലൈക്കോജൻ, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. ഇനി ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ഈ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ദർ ആർ ക്രോസ് ലിങ്ക്സ് ബിറ്റ്വീൻ പോളിമർ ചെയിൻസ്. അങ്ങനെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിൽ ക്രോസ് ലിങ്ക്സ് ഉണ്ടാവും, പോളിമർ ചെയിനുകളുടെ ഇടയിൽ ക്രോസ് ലിങ്ക്സ് ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് ബാക്കലൈറ്റ്, മെലാമിൻ എക്സെട്ര. ബാക്കലൈറ്റ്, മെലാമിൻ ഇവയൊക്കെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്. സോ ഇൻ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ദർ ആർ സം ക്രോസ് ലിങ്ക്സ് ബിറ്റ്വീൻ പോളിമർ ചെയിൻസ്. അതിന് എക്സാമ്പിളാണ് ബാക്കലൈറ്റ്, മെലാമിൻ ഇവയൊക്കെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ലീനിയർ പോളിമർ, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ആൻഡ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ. ഇനി നമുക്ക് അതിൻ്റെ മോഡ് ഓഫ് പോളിമറൈസേഷൻ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം: അഡീഷൻ പോളിമേഴ്സ് ആൻഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. എങ്ങനെയാണ് ഈ പോളിമറൈസേഷൻ നടക്കുന്നത്? മോഡ് ഓഫ് പോളിമറൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം: അഡീഷൻ പോളിമേഴ്സ് ആൻഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഈ അഡീഷൻ പോളിമർ എന്ന് പറഞ്ഞാൽ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ്. അഡീഷൻ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ്. അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ് കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. അങ്ങനെ ഈ അഡീഷൻ പോളിമറിന് വിധേയമാകുന്ന മോണോമറിന് ഒരു ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കും. പോളിത്തീൻ, പോളിപ്രൊപ്പീൻ ഇവയൊക്കെ തന്നെ അതിന് എക്സാമ്പിളാണ്. പോളിത്തീൻ, പോളിപ്രൊപ്പീൻ. ഇതിപ്പോൾ പോളിപ്രൊപ്പീൻ, അതിൻ്റെ മോണോമറാണ് പ്രൊപ്പീൻ, CH2 ഡബിൾ ബോണ്ട് CH3. അതെങ്ങനെ പോളിമറൈസേഷൻ നടക്കുന്നത്? അത് പോളിമറൈസേഷൻ നടക്കുന്നത് താഴെ നോക്കിയാൽ മനസ്സിലാവും. CH2 CH അവിടെയാണ് പോളിമറൈസ് ചെയ്യുക. അടിയിലുള്ള CH3 അത് അടിയിലേക്ക് കിടക്കുകയാണ്. CH2 CH n ടൈംസ്, അങ്ങനെയാണ്. CH2 CH CH3 n ടൈംസ്. അതാണ് പോളിപ്രൊപ്പീൻ. നമ്മൾ ഈ ബോട്ടിലിൻ്റെയൊക്കെ, വാട്ടർ ബോട്ടിലിൻ്റെയൊക്കെ അടിയിൽ കാണാമല്ലോ PP5, PP1, PP3, അതൊക്കെ പോളിപ്രൊപ്പീനാണ്. PP എന്ന് പറയുന്നത് പോളിപ്രൊപ്പീനാണ്. അപ്പോൾ അങ്ങനെ അഡീഷൻ പോളിമറൈസേഷൻ ഉദാഹരണമാണ് ഇഥീൻ ചേർന്നിട്ട് പോളിത്തീൻ ഉണ്ടാവുന്നത്, പ്രൊപ്പീൻ ചേർന്നിട്ട് പോളിപ്രൊപ്പീൻ ഉണ്ടാവുന്നത്, സ്റ്റൈറിൻ കൂടി ചേർന്നിട്ട് പോളിസ്റ്റൈറിൻ ഉണ്ടാവുന്നത്, ബ്യൂട്ടാഡൈൻ കൂടി ചേർന്നിട്ട് പോളിബ്യൂട്ടാഡൈൻ ഉണ്ടാവുന്നത്. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അഡീഷൻ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ്. കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ എ പോളിമർ formed by the condensation of two or more monomers by elimination of some simple molecules like H2O, NH3, etc. ഈ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ രണ്ട് മോളിക്യൂളുകൾ ആഡ് ചെയ്യുകയും അങ്ങനെ രണ്ട് മോളിക്യൂളുകൾ ആഡ് ചെയ്ത് അത് ആഡ് ചെയ്യുമ്പോൾ ചില സിമ്പിൾ മോളിക്യൂളായിട്ടുള്ള H2O പോലെ അല്ലെങ്കിൽ NH3 പോലെ ചില മോളിക്യൂളുകൾ അതിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം. അതാണ് കണ്ടൻസേഷൻ റിയാക്ഷൻ പൊതുവേ നമ്മൾ പറയാറുള്ളത്. അഡീഷൻ നടക്കുന്നു, സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള H2O പോലെ NH3 പോലെ HCl പോലെ എലിമിനേറ്റ് ചെയ്യുന്നു. അതാണ് കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. രണ്ട് വ്യത്യസ്ത മോണോമർ യൂണിറ്റുകൾ, എ പോളിമർ ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് ടു ഓർ മോർ മോണോമേഴ്സ് ബൈ എലിമിനേഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് ലൈക്ക് H2O, NH3, etc. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നൈലോൺ 66. നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് നൈലോൺ 66. ആ നൈലോൺ 66ലുള്ള മോണോമർ യൂണിറ്റ് അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയാമിനോ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇഥീൻ്റെ മോണോമർ എന്താണ്? പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? ഇഥീൻ. പോളിപ്രൊപ്പീൻ്റെ മോണോമർ ഏതാണ്? പ്രൊപ്പീൻ. പോളി വിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമർ ഏതാണ്? വിനൈൽ ക്ലോറൈഡ്. അങ്ങനെ അഡീഷൻ പോളിമറുകളുടെ മോണോമർ പറയാൻ എളുപ്പമാണ്. പക്ഷേ നൈലോൺ 66 പോലെയുള്ള കണ്ടൻസേഷൻ പോളിമറിൻ്റെ മോണോമർ യൂണിറ്റ് പറയാൻ ലേശം പ്രയാസമുണ്ട്. ഇപ്പോൾ നൈലോൺ 66ൻ്റെ മോണോമർ യൂണിറ്റ്സ് നമ്മൾ പഠിക്കണം. അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെഥിലീൻ ഡയാമിൻ. അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? CH2 4 ടൈംസ് ദെൻ COOH ഒരു ഡൈ കാർബോക്സിലിക് ആസിഡ് ആണ്. രണ്ട് കാർബോക്സിലിക് ആസിഡ് യൂണിറ്റ് ഉണ്ട്. COOH 2 ഉണ്ട്. ഡൈ കാർബോക്സിലിക് ആസിഡ് ആണ്. മൊത്തം എത്ര കാർബൺ ഉണ്ട്? 6 ഉണ്ട്. CH2 4 ടൈംസ് COOH. അതാണ് അതിൽ ഈ നൈലോൺ 66 എന്നുള്ളത് ഒരു 6 ഇതാണ്. അതേപോലെ ഹെക്സാമെഥിലീൻ ഡയാമിൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലോ അതിലും 6 കാർബൺ ഉണ്ട്.
അതാണ് ഈ മോണോമർ യൂണിറ്റിൽ 2 കാർബണുകളുണ്ട്. അതാണ് നൈലോൺ 66 എന്നുള്ളതിലെ 66 എന്ന് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ സഫിക്സ് 66 എന്ന് സൂചിപ്പിക്കുന്നത് അതിൻ്റെ മോണോമറിൽ 6 കാർബൺ ആറ്റം ഉണ്ട് എന്നാണ്. അങ്ങനെ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയാമിനും തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഇവിടെയുള്ള OHും ഈ NH2ലെ Hും ആണ് പോകുന്നു, H2O ആയിട്ട് പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള OHും അപ്പുറത്തേലെ Hും പോകും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? CO, CH2 4 times, CO, NH, CH2 6 times, NH, അങ്ങനെ പോകും N times. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ COHലെ OH പോകുന്നു, NH2ലെ H പോകുന്നു. ഇവിടെ അതെ OHലെ COHലെ ഈ OH പോകുന്നു, അപ്പുറത്തെ NH2 ഉണ്ടാവും, അതിൽ H പോകുന്നു. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? CO, CH2 4 times, CO, NH, CH2 6 times, NH, N times. അതാണ് അതിൻ്റെ പോളിമർ. സോ nylon 66 is a condensation polymer. It is formed by the condensation reaction of adipic acid and hexamethylene diamine. The suffix 66 indicates the monomers have, adipic acid and hexamethylene diamine have 6 carbon atoms. So condensation polymer formed by the condensation reaction of 2 or more monomer units followed by the elimination of simple molecules like H2O, NH3, etc. അങ്ങനെ കണ്ടൻസേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് നൈലോൺ 66. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. ഇതും വളരെ പ്രധാനമാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. അപ്പോൾ ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ് പോളിമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. പോളിമേഴ്സിനെ 4ആയി തരംതിരിക്കാം. ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഇതാണത്. ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ദേ ആർ ഇലാസ്റ്റിക് ഇൻ നാച്ചർ. ഇലാസ്റ്റോമേഴ്സ് ആർ ഇലാസ്റ്റിക് ഇൻ നാച്ചർ. അതുകൊണ്ട് അതിന് എക്സാമ്പിളാണ് റബ്ബർ, നാച്ചുറൽ റബ്ബർ, സിന്തറ്റിക് റബ്ബർ. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. Here the polymer chains are held together by very weak intermolecular forces. വളരെ വീക്കായിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സാണ് ഈ പോളിമർ ചെയിനുകൾ തമ്മിലുണ്ടാവുക. ഒരു എക്സാമ്പിളാണ് ബ്യൂണ എസ്, ബ്യൂണ എൻ, നിയോപ്രിൻ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സിന്തറ്റിക് റബ്ബറുകളാണ്. ബ്യൂണ എസ്, ബ്യൂണ എൻ, നിയോപ്രിൻ ഇതൊക്കെ സിന്തറ്റിക് റബ്ബറാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള CH2 CH ഡബിൾ ബോണ്ട് C CH3 CH2 N ടൈംസ്. ഇത് റബ്ബറാണ്. ഈ കാണുന്നത് റബ്ബറാണ്. അപ്പോൾ ഇലാസ്റ്റോമേഴ്സ് ആർ ഇലാസ്റ്റിക് ഇൻ നാച്ചർ. എക്സാമ്പിൾ റബ്ബർ, നാച്ചുറൽ റബ്ബർ ആൻഡ് സിന്തറ്റിക് റബ്ബർ. സിന്തറ്റിക് റബ്ബറാണ് ബ്യൂണ എസ്, ബ്യൂണ എൻ, നിയോപ്രിൻ. ഓക്കെ. ദെൻ ഫൈബേഴ്സ്. ഫൈബർ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഫൈബർ ലൈക്ക് ഓർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അവയ്ക്ക് ഫൈബർ ലൈക്ക് സ്ട്രക്ചറുകളാണുള്ളത്. Fiber like structure. Fibers are thread like, they have thread like structures and they have strong intermolecular forces. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പോലെ. അതിന് എക്സാമ്പിളാണ് നൈലോൺ 66, ടെറിലീൻ. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. നൈലോൺ 66, ടെറിലീൻ ഒക്കെ ഫൈബേഴ്സാണ്. നൈലോൺ 66, ടെറിലീൻ. ഇപ്പോൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫൈബർ ലൈക്ക് ഓർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. എക്സാമ്പിൾ നൈലോൺ 66, ടെറിലീൻ. മറ്റൊന്ന് തെർമോപ്ലാസ്റ്റിക്കാണ്. തെർമോപ്ലാസ്റ്റിക്സ്. ഈ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത, ഓൺ ഹീറ്റിംഗ് ദേ ബിക്കം സോഫ്റ്റൻഡ് ആൻഡ് ഓൺ കൂളിംഗ് ദേ ബിക്കം ഹാർഡൻഡ്. ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവുകയും തണുപ്പിക്കുമ്പോൾ വീണ്ടും ഹാർഡാവുകയും ചെയ്യാൻ പറ്റുന്ന ഒരു തരം പോളിമേഴ്സാണ് തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവയെ റീയൂസ് ചെയ്യാൻ പറ്റും, വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, റീയൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓൺ ഹീറ്റിംഗ് ദേ ബിക്കം സോഫ്റ്റ് ആൻഡ് ഓൺ കൂളിംഗ് ദേ ബിക്കം ഹാർഡ്. ഹീറ്റ് ചെയ്യുമ്പോൾ കൂളാവുകയും വീണ്ടും തണുപ്പിക്കുമ്പോൾ ഹാർഡാവുകയും ചെയ്യും. അതുകൊണ്ട് ദേ ക്യാൻ ബി റിപ്പീറ്റഡ്ലി യൂസ്ഡ്. അവ പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ്
പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽസ്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്സ് ആണ്. പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽസ് ഇവയൊക്കെ തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ദെൻ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എങ്ങനെയാണ്, ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ് തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതൊരു സ്ഥിരമായുള്ള ചോദ്യമാണ്. തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ നിന്ന് എങ്ങനെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് വ്യത്യസ്തമായിരിക്കുന്നത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഓൺ ഹീറ്റിംഗ് ദേ ഫോം ക്രോസ് ലിങ്കിങ് ആൻഡ് ദസ് ദേ ബിക്കം ഇൻഫ്യൂസിബിൾ, സോ ദേ കനോട്ട് ബി റീയൂസ്ഡ്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവയ്ക്ക് ഇടയിൽ പോളിമർ ചെയിനുകളുടെ ഇടയിൽ എന്ത് സംഭവിക്കുന്നത്, ക്രോസ് ലിങ്ക്സ് ആർ ഫോംഡ് ബിറ്റ്വീൻ പോളിമർ ചെയിൻസ്. ഓൺ ഹീറ്റിംഗ് ക്രോസ് ലിങ്ക്സ് ആർ ഫോംഡ് ബിറ്റ്വീൻ പോളിമർ ചെയിൻസ് ആൻഡ് ദെൻ ദേ കനോട്ട് ബി റീയൂസ്ഡ്. അതുകൊണ്ട് അവയെ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് എക്സാമ്പിളാണ് ബാക്കലൈറ്റ്. ബാക്കലൈറ്റ് ആണ് എക്സാമ്പിൾ. അപ്പോൾ ബാക്കലൈറ്റ് നേരത്തെ പഠിച്ചു. ബാക്കലൈറ്റ് എന്ന് പറയുന്നത് ഒരു തെർമോസെറ്റിംഗ് പോളിമറാണ്. മാത്രമല്ല ബാക്കലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പഠിച്ച ഒരു ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ്. അപ്പോൾ ബാക്കലൈറ്റ് എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പോളിമറാണ്, അതൊരു ക്രോസ് ലിങ്ക്ഡ് പോളിമറുമാണ്. അതാണ് തെർമോസെറ്റിംഗ് പോളിമർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.